ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ 10 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എൻഡായി പോയി എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ സഹിച്ച ഒരു കാര്യമായിരിക്കാം അത്. അപ്പോൾ നിങ്ങൾക്ക് എണീക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച ആ ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾ എണീറ്റ് നിങ്ങളുടെ ആ ഒരു എഫേർട്ട് കൊണ്ട് ജീവിതം സക്സസ്ഫുൾ ആക്കിയ ആൾക്കാരുടെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പെയിൻഫുള്ളായിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വീണ് പോയിടത്ത് നിന്നും എണീക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു കാര്യം, അവിടെ നിന്ന് നിങ്ങളുടെ മാത്രം പ്രയത്നം കൊണ്ട് നിങ്ങൾ എണീറ്റ് നിങ്ങളുടെ ജീവിതം സക്സസ്ഫുൾ ആക്കി എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു എനർജിയാണ്. അപ്പോൾ നമ്മൾ നമ്മളുടെ സ്വന്തം എഫേർട്ട് കൊണ്ട് നമ്മൾ സക്സസ്ഫുൾ ആകുമ്പോൾ ആണ് നമുക്ക് സ്വയം ഒരു അഭിമാനമൊക്കെ തോന്നുന്നത്. അപ്പോൾ നമ്മളെ കുറേ ആൾക്കാർ സഹായിച്ച് നമ്മൾ സക്സസ് ആകുന്നതും അതുപോലെ നമ്മൾ സ്വയം പ്രയത്നിച്ച് അതിലൊരു സക്സസ് ഉണ്ടാകുന്നതും ഇത് രണ്ടും രണ്ടാണ്. അപ്പോൾ സ്വന്തം പ്രയത്നം കൊണ്ട് നന്നായ ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ കുറേ ആൾക്കാരിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്നൊക്കെ. അപ്പോൾ ആരുടെയും ഹെൽപ്പ് വേണ്ടാന്ന് വിചാരിക്കുക. കാരണം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനാണ് നമ്മുടെ സോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, മനസ്സിൽ വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കാർമിക് സൈക്കിൾ ഇവിടെ എൻഡായി എന്നുള്ളതാണ്. ഒരു പുതിയ തുടക്കമാണ്. ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു തുടക്കമാണ്. ഇതിൽ നിങ്ങൾ സക്സസ് ആകും എന്നാണ് തീർച്ചയായും ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഏതോ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഏതെങ്കിലും ട്രാപ്പിലൊക്കെ പെട്ടുപോയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആകുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു 10 ഓഫ് സോഡ്സിൽ നിന്നും ഒരു ട്രാൻസ്ഫർമേഷനാണ് ഈ ഒരു 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ എക്സ്ട്രീംലി ഓപ്പോസിറ്റായ ഒരു കാര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ പാസ്റ്റിൽ ഫാമിലി സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി പൂർണ്ണമായും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ശരിക്കും അബൻഡൻ്റ് ആണെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യമാകാം. അപ്പോൾ ആ ഒരു സ്ട്രഗിൾസ് ഒക്കെ എൻഡ് ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു നല്ല എനർജിയെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട്
പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു 10 ഓഫ് പെൻറ്റക്കിൾസിൽ നിങ്ങൾ ചില ഫങ്ഷൻസിലൊക്കെ പങ്കെടുക്കുന്ന ഒരു എനർജിയുമുണ്ട്. ചിലപ്പോൾ മാരേജ് ഫങ്ഷൻ ആയിരിക്കാം, എൻഗേജ്മെൻറ്റ് ഫങ്ഷൻ ആകാം, അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിംഗ് ആകാം, നെയിമിംഗ് സെറമണി ആകാം. അപ്പോൾ അത്തരത്തിൽ സന്തോഷമുള്ള, പ്രത്യേകിച്ചും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ നിങ്ങൾ വളരെ സന്തോഷമായി ഒത്തുചേരുന്ന കുറച്ച് അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങൾ വളരെ സന്തോഷത്തിൽ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത നല്ല കാര്യങ്ങൾ, അത് ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ട് ഒരു സ്ഥാപനം തുടങ്ങുകയോ അങ്ങനെയൊക്കെ ചെയ്തതാവാം. അപ്പോൾ അതിനുള്ളൊരു ഫലം ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പോൾ ഇതൊരു കർമ്മഫലം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല നിങ്ങൾക്കുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു എനർജിയുമുണ്ട്. ഇപ്പോൾ ഇത് ചിലപ്പോൾ സാമ്പത്തികമാകാം. അപ്പോൾ അത്തരത്തിൽ മറ്റുള്ളവർക്ക് കൂടി സഹായം ചെയ്ത് കൊടുക്കത്തക്ക രീതിയിൽ നിങ്ങളിലേക്ക് പൈസ എത്തിച്ചേരുന്ന ഒരു എനർജിയും ഇതിലുണ്ട്. കാരണം നിങ്ങൾ സാമ്പത്തികമായിട്ട് വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. കാരണം ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിൽ കുറച്ച് ആളുകൾ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില സഹായങ്ങളും അല്ലെങ്കിൽ ചില ആളുകളുടെ സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് മറ്റാരിൽ നിന്നും ഒരു ഗൈഡൻസ് ലഭിക്കുന്നതുമാവാം, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സഹായമാവാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹൈ പ്രീസ്റ്റസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹൈ പ്രീസ്റ്റസിൻ്റെ ഈ ഒരു എനർജിയിൽ ഇതിൽ പറയുന്നത് ഒരു വ്യക്തി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് അതൊരു സ്ത്രീയാണ് എന്നാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത നീക്കം എന്താണ്, അങ്ങനെ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുന്ന ഒരു എനർജിയുമുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇതെന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ഉയർച്ചയിൽ അവർ അസൂയപ്പെടുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾക്ക് സംശയമുള്ളൊരു കാര്യമായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നതും നിങ്ങളുടെ കുടുംബജീവിതം നന്നായി പോകുന്നതിലുമൊക്കെ അവർക്കൊരു ഇഷ്ടക്കേടുണ്ട്, അല്ലെങ്കിൽ ഓരോ മൂമെൻറ്റ്സും അവർ കൃത്യമായിട്ട് ഇവിടെ അറിയാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ഫീമെയിലാണ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള ഏതെങ്കിലും വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോ ഒക്കെ ആകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ കൂടുതലായും ഫാമിലിയിലുള്ള ഒരു വ്യക്തിയാകാനുള്ള സാധ്യതയാണ് ഇതിൽ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അവരെ സംശയം ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ആ വ്യക്തി നിങ്ങൾക്കൊരു നല്ലത് വരുന്നത് കാണുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവർ നിങ്ങൾക്കൊരു നെഗറ്റീവ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ആരൊക്കെ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും അത് നിങ്ങൾ കേൾക്കില്ല എന്നുള്ളതാണ്. കാരണം ആര് തെറ്റ് ചെയ്താലും അതിനുള്ള കർമ്മഫലം അവർ അനുഭവിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്ത ആ ഒരു നല്ല കർമ്മത്തിൻ്റെ ഫലമാണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കെതിരെ ഇവിടെ ആരെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡോടെ നിങ്ങളെ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്കെതിരായി അവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു സമയം അതിനുള്ള കർമ്മഫലവും അവർ അനുഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് സംശയമുള്ള ആളുകളുമായി നിങ്ങൾ അധികം സംസാരത്തിന് പോകാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു വിക്ടറി, നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊന്നും നിങ്ങൾ ആരോടും പറയാതിരിക്കുക. അപ്പോൾ അവരിൽ നിന്ന് കുറച്ച് അകലം പാലിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, അതുപോലെ മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ
അത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങൾ കൂടുതലായിട്ടും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങൾ ഡിവൈനുമായിട്ട് കണക്റ്റ് ആവുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലവേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ നല്ലൊരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അതായത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിവിടെ എൻഡ് ആകുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ട ആ ഒരു പുതിയ തുടക്കം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ഉള്ളവർക്ക് ആ ഒരു സിറ്റുവേഷൻ മാറുന്ന സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. ഇതിൽ പാസ്റ്റിൽ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻ്റ് ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആകുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 9 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ തളർന്നിരിക്കാതെ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റി ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. കാരണം നിങ്ങളൊന്ന് തളർന്നിരിക്കുന്നത് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ തളർന്നിരുന്നാൽ തീർച്ചയായിട്ടും അവർ സന്തോഷിക്കും. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കിയാൽ ആരും നിങ്ങളോട് ഒരു തരത്തിലൊരു മത്സരത്തിനോ അല്ലെങ്കിൽ മറ്റൊന്നിനും വരാൻ പോകുന്നില്ല. കാരണം അവർക്ക് പേടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളെ ഇവിടെ ഇറിറ്റേറ്റ് ചെയ്യാനൊക്കെ ആരെങ്കിലും ശ്രമിച്ചാൽ പോലും നിങ്ങൾ വളരെ തന്ത്രപൂർവ്വം അവിടെ പെരുമാറുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊന്ന് കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇതൊരു പരീക്ഷണമാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ ക്ഷമ പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഈ സമയം നിങ്ങളുടെ ആ ഒരു സംസാരം കൊണ്ട് ഒരാളിനോട് എതിരിടാൻ പോകാതിരിക്കുക എന്നൊരു മെസ്സേജും നിങ്ങൾക്ക് നൽകുന്നുണ്ട്. പിന്നെ ഇവിടെ 3 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് കുറച്ച് ആളുകൾ. നിങ്ങളുടെ അതായത് നിങ്ങൾ എനർജി കൈകാര്യം ചെയ്യുന്ന ആളുകളാണെന്നുള്ളതാണ്. അവരാണ് ഓവർ തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയത്, ചില കാര്യങ്ങളിൽ നമ്മൾ പെട്ടെന്ന് തീരുമാനമെടുത്തില്ലെങ്കിൽ ഒരിക്കലും അതിന് തീരുമാനമെടുക്കാൻ കഴിയില്ല. അതായത് നിങ്ങളിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് നടക്കും. അല്ലാതെ നമ്മൾ ആലോചിച്ചിരുന്നാൽ ചിലപ്പോൾ ആ ഒരു കാര്യം അത് നടക്കില്ല. അതിനെന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു കഴിവ്, ആ ഒരു മാജിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ഇതിൽ കൂടുതൽ ആളുകൾക്കും ഒരു യാത്ര വേണമോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് പോകണോ വേണ്ടയോ, അല്ലെങ്കിൽ എപ്പോൾ പോകണം, അങ്ങനെ ആലോചിച്ച് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ എനർജി കൈകാര്യം ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, ഒരു മാജിക്ക് കാണിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ, അവർ സ്വന്തം കാര്യത്തിൽ, അതായത് നിങ്ങൾക്ക് ഈ ഒരു മാജിക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാജിക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതിൽ സ്വന്തം കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആകുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങളിലേക്ക് കൂടി നിങ്ങളൊന്ന് പാസ് ചെയ്യുക. നിങ്ങൾ മെഡിറ്റേഷനിലൊക്കെ ഇരുന്നിട്ട് നിങ്ങൾ പ്രാണായാമമൊക്കെ ചെയ്തിട്ട് ആ ഒരു എനർജി നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടാൻ ഈ ഒരു കാര്യം സഹായം ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പേജ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നേരെ വരുന്ന എന്തോ ഒരു കാര്യം, അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റിക്കളയാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങൾ, അത് എന്ത് തടസ്സമായാലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എന്ത് തടസ്സവും വന്നോട്ടെ, എനിക്കത് ആ ഒരു ബ്ലോക്ക് മാറ്റാൻ പറ്റും എന്നുള്ള ഒരു തീരുമാനം ഈ ഒരു സമയം നിങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു തുടക്കം തന്നെയാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾ മനസ്സുകൊണ്ട് പുതിയ എന്തോ ഒരു തുടക്കം കുറിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും പുതിയൊരു കാഴ്ചപ്പാടിലൂടെ ഇവിടെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറി നിങ്ങൾക്കൊരു ഇൻസൈറ്റ് ഉണ്ടാകുന്നുണ്ട്.
അല്ലെങ്കിൽ ചില ആളുകൾക്കത് ഈ ഒരു സമയത്തിനോടകം ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഏതൊരു വെല്ലുവിളിയെയും നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാർ ചിലപ്പോൾ ഈ ഒരു റീസെൻ്റ്ലി നഷ്ടപ്പെട്ടു പോയ, നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എന്തോ ഒരു കാര്യമായിരിക്കാം, അതിൽ തന്നെ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അതിനെക്കുറിച്ച് തന്നെ നിങ്ങൾ കൂടുതൽ ആലോചിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നത് ജീവിതത്തിലൊരു നല്ലതിന് വേണ്ടിയായിരിക്കാം. അതായത് നമ്മുടെ നല്ലതിന് വേണ്ടിയായിരിക്കാം. കാരണം നമ്മൾ ഒരുപാട് അതിൽ അഡിക്റ്റഡ് ആയിട്ടിരുന്നാൽ നമുക്കൊരു ഗ്രോത്ത് വരില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവം തന്നെ ആ ഒരു കാര്യം എൻഡാക്കി കളയും എന്നുള്ളതാണ്. ചിലപ്പോൾ അതൊരു റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ ചില അഡിക്ഷൻസ് ആകാം, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളാവാം, സാഹചര്യങ്ങളാവാം, അല്ലെങ്കിൽ ചില വ്യക്തികളുമാകാം. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നാൽ നമ്മൾ ഈ കാര്യങ്ങളിലെല്ലാം നമ്മളൊരു കംഫോർട്ട് സോൺ ക്രിയേറ്റ് ചെയ്ത് അതിലിരിക്കാൻ ശ്രമിക്കും. അതായത് എനിക്കിതാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്കിതേ ഇഷ്ടമുള്ളൂ, എനിക്കിതേ പറ്റുകയുള്ളൂ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ദൈവമായിട്ടൊരു തീരുമാനമെടുക്കും. എന്തെന്നാൽ അത് അവർ തുടർന്നു പോയാൽ അവർക്കതിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് ഗ്രോത്ത് ഉണ്ടാവുകയില്ല എന്ന് ദൈവം തന്നെ വിചാരിച്ച് നിങ്ങളുടെ ആ ഒരു കംഫോർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നഷ്ടമായ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ ഇതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ ഒരിക്കലും ദൈവം കൈവിടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. നിങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കുറേ നല്ല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കാര്യം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുത്തിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മാത്രമല്ല, ഇപ്പോൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതൊന്നും നമ്മളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയുക, അത് നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിലുള്ള ആ ഒരു നെഗറ്റീവ് ചിന്തകൾ വിട്ടുകളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെയധികം സമൃദ്ധിയുടെ ഒരു സമയമാണെന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ജയിക്കണം എന്നൊക്കെ തോന്നുന്ന ഒരു സമയമാണ്. നിങ്ങൾക്കറിയാം എനിക്കിനി തോറ്റുപോകാൻ സമയമില്ല, എനിക്ക് ജയിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങളിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം, അതായത് നിങ്ങൾ ചെയ്ത നന്മയുടെ ഫലം, അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാര്യം ഈ ഒരു സമയം നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യൽ സ്ട്രഗിളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആശ്വാസം ലഭിക്കുന്നതിനുള്ള പണം അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയുടെ സഹായം ലഭിക്കുന്ന ഒരു എനർജിയുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ സാമ്പത്തികപരമായിട്ടൊക്കെ നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇവിടെ ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കമുണ്ട്. അതായത് നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചേക്കാം. അത് ചിലപ്പോൾ ഒരു യാത്രയാകാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലീഡറായിട്ട് നിന്ന് പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുമാവാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഇത്തരത്തിലുള്ളൊരു അനുഭവം ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ടെൻഷനും നിങ്ങളിൽ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളിൽ നിങ്ങൾ പുതിയതായിട്ട് തുടക്കം കുറിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ ആ ഒരു പേടിയൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ ആ ഒരു വിശ്വാസത്തിൽ വളരെ കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്.
അപ്പോൾ നിങ്ങളുടെ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അവസാനിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു സമയമാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. കുറേ ആൾക്കാർക്കും അങ്ങനെയാണ് കാണുന്നത്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യത്തിലാകാം. നിങ്ങളിതുവരെ ചെയ്തിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തോ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. ഇത് നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ സന്തോഷത്തോടെ ഇവിടെ ചെയ്യുമെന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുമായിരിക്കാം, ഇതെല്ലാം എങ്ങനെ ഞാൻ ചെയ്തു തീർക്കും, അല്ലെങ്കിൽ എപ്പോൾ ഞാൻ ചെയ്തു തീർക്കും, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുമായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ കുറേ ജോലികൾ ഉണ്ടാവാം ചെയ്ത് തീർക്കാനായിട്ട്. ഒരുപക്ഷെ നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ ഈ ഒരു സമയം നിങ്ങൾ വളരെ ഈസി ആയിട്ട് അത് ചെയ്തു തീർക്കുന്ന ഒരു എനർജിയാണ്. അങ്ങനെ ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളത് വളരെ സന്തോഷത്തോടെ ചെയ്യും എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾക്കത് സ്ട്രഗിളായിട്ട് തോന്നുകയില്ല. ഇതെനിക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാനത് ഹാർഡ് വർക്ക് ചെയ്താൽ എനിക്കത് സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്ന് നിങ്ങളിവിടെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ സ്ട്രെസ് ഇല്ലാതെ നിങ്ങളത് ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ ഈ ഒരു സമയം ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഒത്തിരി തിരക്കുള്ളൊരു വ്യക്തിയായിട്ടാണ് ഇതിൽ കാണുന്നത്. നിങ്ങളിവിടെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ നൈറ്റ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഫോക്കസ് ചെയ്യുന്ന കാര്യം അത് നിങ്ങൾക്ക് വളരെ സക്സസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമായിരിക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് വളരെ സ്പീഡിലുള്ളൊരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഈ സമയം ഇരിക്കുമെന്നാണ് കാണുന്നത്. മാത്രമല്ല ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയം ചിലപ്പോൾ കുറച്ച് ചലഞ്ചസ് ഒക്കെ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വന്നേക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു തവണ കൂടി ഒന്ന് ആലോചിക്കുക. നിങ്ങളെടുത്ത തീരുമാനം ശരിയാണോ, അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ എടുത്തു ചാടി ഒരു കാര്യങ്ങളും ഈ സമയം നിങ്ങൾ ചെയ്യാതിരിക്കുക. മാത്രമല്ല നിങ്ങളിലേക്ക് വളരെ സ്പീഡിൽ എന്തോ ഒരു കാര്യം വന്നെത്തുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് എന്നാണ് ഇതിൽ കാണുന്നത്. ചിലപ്പോൾ അതൊരു ജോബ് ഓഫർ ആകാം, അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളാവാം. അതായത് ചിലപ്പോൾ അതൊരു സാമ്പത്തികമാകാം, മറ്റുള്ളവരുടെ ഒരു സഹായമാകാം. അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരുന്ന ഒരു എനർജിയുമുണ്ട്. അതുപോലെ തന്നെ കിങ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയാണ് ഇത്. നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഊർജം ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ നല്ലപോലെ ആലോചിച്ച് നല്ലൊരു തീരുമാനമെടുത്തിവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെ അനുസരിക്കേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നേക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര വില തരാതിരുന്ന ആൾക്കാർ ഈ ഒരു സമയം നിങ്ങൾ പറയുന്നത് കേൾക്കേണ്ട ചില സാഹചര്യങ്ങൾ വന്നേക്കാം. അപ്പോൾ നിങ്ങളുടെ വാക്കുകൾ ശരിയാണെന്നും നിങ്ങളുടെ പ്രവൃത്തികൾ ശരിയാണെന്നും ഒക്കെ അവർ ഇവിടെ പറയുമെന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു എനർജിയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്ന ഒരു എനർജിയുമുണ്ട്. നിങ്ങൾക്ക് എന്താണ് അടുത്തതായി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് മാറ്റങ്ങളാണ് പല കാര്യത്തിലും വരുത്തേണ്ടത്, അത്തരത്തിലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നിങ്ങൾ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും പ്രാക്ടിക്കലുമാണ്, എന്നാൽ മറ്റുള്ളവരോട് സ്നേഹവും സഹതാപവും ഒക്കെയുള്ളൊരു എനർജിയുമാണ്. അപ്പോൾ നിങ്ങളുടെ സോളിൻ്റെ യഥാർത്ഥ ഗുണത്തിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക്
സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സമയം പെട്ടെന്ന് ആർക്കും നിങ്ങളെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ പെട്ടെന്നാരും നിങ്ങളോടൊരു വഴക്കിന് വരാനൊന്നും സാധ്യതയില്ല. കാരണം ഈ ഒരു സമയം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് വളരെയധികം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ കൂടിയിരിക്കുമ്പോൾ ഒരിക്കലും മറ്റുള്ളവർക്ക് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ തോന്നുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.